പിണറായി വിജയൻ അഴിമതിക്കാരനല്ല, ദൈവതുല്യനാണ് എന്ന് പാടിപ്പുകഴ്ത്തിയാണ് വീണ്ടും LDF വരണം. പിണറായി വിജയൻ തന്നെ അതിന് നേതൃത്വം നൽകണം. അങ്ങനെ പിണറായി വിജയൻ ഇല്ലെങ്കിൽ കേരളത്തിൽ ഒന്നും നടക്കത്തില്ല എന്ന പ്രചരണമാണ് നമ്മൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ ഒരു അഴിമതിയും കാണിക്കുന്നില്ല, അധാർമികമായിട്ടൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും പിണറായി തന്നെ കേരളം ഭരിക്കണം എന്ന് പിണറായിയെ അനുകൂലിക്കുന്ന LDF അനുഭാവികൾ പ്രചരിപ്പിക്കുന്നത്. നമുക്ക് പരിശോധിക്കാം, പിണറായി വിജയൻ അഴിമതിക്കാരനാണോ അതോ വളരെ ധർമ്മിഷ്ഠനും ഒരഴിമതിയും കാണിക്കാത്തവനും സത്യസന്ധനും ഒരു കള്ളവും പറയാത്തവനും കള്ളം ചെയ്യാത്തവനും ഒക്കെ ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 5 പ്രധാന കാര്യങ്ങൾ ഇതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാൻ. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ്റെ ഭരണകാലത്ത് ഒന്നാമത്തെ കാര്യം, റിട്ടയർ ചെയ്ത ശേഷം ആർക്കൊക്കെയാണ് പുനർനിയമനം നൽകുന്നത്, അല്ലെങ്കിൽ വീണ്ടും സർക്കാരിൻ്റെ പണവും സർക്കാരിൻ്റെ പദവിയും സർക്കാരിൻ്റെ കാറും ഓഫീസും മറ്റു സൗകര്യങ്ങളുമൊക്കെ റിട്ടയർ ചെയ്ത ശേഷം വീട്ടിലിരിക്കേണ്ടവർക്ക് പിണറായി വിജയൻ ദാനമായിട്ട് നൽകുന്നത്. അപ്പോൾ അഴിമതിയുടെ ഒരു നിർവചനം തന്നെ അബ്യൂസ് ഓഫ് അതോറിറ്റി ഫോർ പേഴ്സണൽ ഗെയിൻ എന്നുള്ളതാണ്. അപ്പോൾ റിട്ടയർമെൻറ്റിന് ശേഷം ആർക്കൊക്കെയാണ് ഈ പദവികൾ നൽകുന്നത്, ആർക്കൊക്കെ അതേ പോസ്റ്റിലിരുന്ന ആർക്കൊക്കെ പദവികൾ നൽകുന്നില്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ അല്ലെങ്കിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ അഴിമതി വൈറ്റ് വാഷ് ചെയ്യാൻ സഹായിക്കുകയോ അല്ലെങ്കിൽ അഴിമതി കണ്ടാൽ കണ്ണടയ്ക്കുകയോ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ വീണ്ടും പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ഗുണത്തിന് വേണ്ടി റിട്ടയർ ചെയ്ത ശേഷം മനുഷ്യർക്ക് സർക്കാരിൻ്റെ ചെലവിൽ പദവികൾ നൽകി അവർക്ക് കാറും സൗകര്യങ്ങളും ഒക്കെ നൽകുന്നുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു അഴിമതിയാണ്, അബ്യൂസ് ഓഫ് അതോറിറ്റിയാണ്. അത് പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ ഗുണത്തിന് വേണ്ടി ബെനിഫിറ്റിന് വേണ്ടിയുമാണ് ഇങ്ങനെ അദ്ദേഹം ചെയ്യുന്നത്. അതിൽ അഴിമതിയുണ്ട്. അഴിമതിക്കെതിരെ ശബ്ദമുയർത്തുന്ന, അഴിമതിക്കെതിരെ എന്തെങ്കിലും ചെയ്ത ഒരാളെ പോലും അങ്ങനെ നിയമിക്കുന്നില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ബന്ധു നിയമനം. പിണറായി വിജയൻ EP ജയരാജൻ്റെ ബന്ധു നിയമന കേസ് തുടങ്ങി. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ബന്ധു നിയമനങ്ങൾ, അതായത് അതും അബ്യൂസ് ഓഫ് അതോറിറ്റിയാണ്, നിയമങ്ങൾ കാറ്റിപ്പറത്തിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. PSC നിയമനത്തിൻ്റെ ചട്ടങ്ങളുണ്ട്, അതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിയമമുണ്ട്. അപ്പോൾ സർക്കാരിൽ അല്ലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയാണ് നിയമനം നടത്തേണ്ടത് എന്നുള്ളതിന് വ്യക്തമായ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ അതൊക്കെ കാറ്റിപ്പറത്തി അഴിമതി എന്ന് പറയുന്നത് നിലവിലുള്ള നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അവഗണിച്ച് അവയൊക്കെ മാറ്റി ഡിസോണസ്റ്റായിട്ട് പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ് അഴിമതിയാകുന്നത്. അപ്പോൾ ഈ PSC നിയമങ്ങളും ചട്ടങ്ങളും അതുപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് നിയമങ്ങളും ചട്ടങ്ങളും പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിയമിക്കുന്നതിൻ്റെ ചട്ടങ്ങളും ഒക്കെ കാറ്റിൽ പറത്തി സ്വന്തം പാർട്ടി അനുഭാവികളെയും ഇഷ്ടക്കാരെയും ഒക്കെ പല വിധത്തിൽ നിയമനം നടത്തി. അതൊക്കെ ഈ ഒരു നെപ്പോട്ടിസം അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ വരും. അത് തീർച്ചയായിട്ടും അഴിമതിയാണ്. അപ്പോൾ പൊതുപണമാണ് ഇങ്ങനെ ഈ പാർട്ടി അനുഭാവികൾക്കോ അല്ലെ ഇഷ്ടക്കാർക്കോ വേണ്ടി കൊടുക്കുന്നത്. അതിനുവേണ്ടി സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്ന് പറഞ്ഞിട്ടും പുതിയ സ്കീമുകളെന്ന് പറഞ്ഞിട്ടും കരാർ നിയമനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പല വിധത്തിൽ ഇങ്ങനെ കുറേ പേരെ നിയമനം നടത്തിയിട്ടുണ്ട്. അത് അഴിമതിയാണ്. മൂന്നാമത്തെ ഒരു പിണറായി വിജയൻ അഴിമതിക്കാരനാണ്, പിണറായി വിജയൻ്റെ ഈ 10 വർഷത്തെ ഭരണം അഴിമതി നിറഞ്ഞതാണെന്ന് പറയാനുള്ള അടുത്ത കാര്യം, അഴിമതിക്കെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അയാളെ സസ്പെൻഡ് ചെയ്യും, അയാളെ ട്രാൻസ്ഫർ ചെയ്യും, അയാൾക്കെതിരെ കള്ളക്കേസ് എടുക്കും എന്നുള്ളത് പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായിട്ട് പുലർത്തിപ്പോകുന്ന ഒരു നയമാണ്. അഴിമതിക്കെതിരെ ഇവിടെ ആരെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ പറഞ്ഞാൽ, അഴിമതിക്കെതിരെ പ്രവർത്തിച്ചാൽ, അഴിമതി ഇവിടെ കാണിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ, അഴിമതിക്കെതിരെ അഴിമതി നിരോധന അല്ലെ അഴിമതി വിരുദ്ധ ദിനത്തിലൊക്കെ പ്രസംഗിച്ചാൽ പോലും സസ്പെൻഡ് ചെയ്യുന്ന, കള്ളക്കേസ് എടുക്കുന്ന, ഉപദ്രവിക്കുന്ന ഒരു നയമാണ് പിണറായി വിജയനുള്ളത്. അങ്ങനെ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ ഡോക്ടർ B അശോക് എന്ന് പറയുന്ന ഗവൺമെൻറ്റിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്തു. അദ്ദേഹം ക്യാറ്റിലൊക്കെ പോയിട്ടാണ് അദ്ദേഹം ആ പോസ്റ്റുകളിലിരിക്കുന്നത്. അതുപോലെ മറ്റ് വകുപ്പുകളിലാണെങ്കിലും എത്രയോ പേരെ പല വിധത്തിൽ ഹരാസ് ചെയ്യുന്നു. അഴിമതിക്കെതിരെ എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവരെ നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു നടപടിയാണ് പിണറായി വിജയൻ സർക്കാരിൽ നിന്നുണ്ടാവുന്നത്. അപ്പോൾ അത് അഴിമതിക്കാരനാണ് പിണറായി എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ തെളിവാണ് ഈ അദ്ദേഹത്തിൻ്റെ ഈ നയവും സമീപനവും നടപടികളും.
ഇനി അടുത്ത കാര്യം, പിണറായി വിജയൻ്റെ മകൾക്ക് എന്തിന് മാസപ്പടി കൊടുക്കണം? പിണറായി വിജയൻ്റെ മകളുടെ ഭർത്താവ് പിണറായി വിജയൻ സർക്കാരിൽ തന്നെ 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന PWD ടൂറിസവും, അതുപോലെ പിണറായി വിജയൻ തന്നെ പൊല്യൂഷൻ, അതായത് ഈ മലിനീകരണം ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ മന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ പെരിയാർ മലിനീകരണമൊക്കെ നടത്തുന്ന ഒരു കരിമണൽ കമ്പനി എന്തിന് പിണറായി വിജയൻ്റെ മകൾക്ക് മാസപ്പടി നൽകണം? അപ്പോൾ അഴിമതി അല്ലാതെ അത് മറ്റെന്താണ്? ഇനി അടുത്ത ഒരു കാര്യം, നമ്മുടെ പിണറായി വിജയൻ തന്നെ നിയമിച്ച പല സ്ഥാപനങ്ങളുണ്ട്, ബോർഡുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബോർഡാണ് ദേവസ്വം ബോർഡ്. അപ്പം ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ അവരുടെ അധികാര ദുർവിനിയോഗം ചെയ്ത് അവരുടെ പേഴ്സണൽ ഗെയിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് അവരെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് മോഷണം നടത്തിയാൽ അത് തീർച്ചയായിട്ടും അഴിമതിയാണ്. അപ്പോൾ അങ്ങനത്തെ അഴിമതികൾ നമുക്ക് എത്രയോ ഉദാഹരണങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അഴിമതി ഇല്ലാത്ത കാര്യമാണോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും അഴിമതി മുങ്ങിക്കുളിച്ച, അഴിമതിയിൽ നീന്തിക്കുളിക്കുന്ന ഒരു ഭരണമായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ എന്നുള്ളത് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് കേരളത്തിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും നമുക്ക് കാണാൻ പറ്റും. ഈ ഭരണത്തിൻ്റെ പങ്കുപറ്റി അധികാരികൾ. അതുപോലെ അത് പിണറായി വിജയൻ്റെ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്ന ശിവശങ്കരൻ എന്തിന് ജയിലിൽ പോയി? പിണറായി വിജയന് ഭരണമേറ്റപ്പോൾ 2016 ഏറ്റവും ആദ്യം നിയമിച്ചത് പിണറായി വിജയൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് ശിവശങ്കരനെയാണ്. അദ്ദേഹം ഏകദേശം 4-5 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ മുഖ്യ ചുമതലക്കാരനായിരുന്നിട്ട് എല്ലാ ഫയലുകളും നോക്കിയ ആൾ അദ്ദേഹം തന്നെ ഒരു വിദേശ കമ്പനിയായിട്ട് കരാറിലേർപ്പെടുന്നു, മറ്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ആൾ നിയന്ത്രിക്കുന്ന ഒരു ഓഫീസ് പിണറായി വിജയൻ ഇതൊന്നും അറിയുന്നില്ല എന്നും വിദേശ കമ്പനിയായിട്ട് കരാർ ഒപ്പിട്ടത് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത്, അത് അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് വിശ്വസിക്കാം. പക്ഷേ അങ്ങനെ കള്ളം പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണോ വീണ്ടും നമുക്ക് കേരളത്തിൽ വേണ്ടത് എന്നുള്ളത് നമ്മുടെ വോട്ടർമാർ ചിന്തിക്കേണ്ട കാര്യമാണ്.